ആക്ഷൻ. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു പ്രായം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സുവർണമായ കാലഘട്ടം. ഈ കാലഘട്ടത്തിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക, കൂട്ടുകൂടുക, ലോകത്തെ അറിയാൻ ശ്രമിക്കുക. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരിക. നിങ്ങൾക്കിന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്. പല വിധത്തിലുള്ള വർണ്ണ കടലാസുകളാൽ പൊതിഞ്ഞ പുസ്തകങ്ങൾ, നല്ല കൂട്ടുകാര്, മഴ വരുമ്പോൾ ചൂടാൻ കുട, അറിവ് പകർന്നു തരുന്ന അധ്യാപകർ, നല്ല എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഉള്ള സ്കൂള്, അങ്ങനെ എന്തെല്ലാം അല്ലേ? ഇതൊന്നുമില്ലായിരുന്ന ഒരു അശോകരാജ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും? അന്ന് അവൻ വെറും അശോകനായിരുന്നു, നിർദ്ധനായ രാജന്റെ മകൻ അശോകൻ. ഞങ്ങളുടെ വീട്ടിലെന്നും പട്ടിണിയായിരുന്നു. ഒരു നേരമെങ്കിൽ ഒരു നേരം കഷ്ടിച്ചുണ്ടാകാൻ. എന്റെ അച്ഛൻ രാജൻ ഒരു മരം വെട്ടുകാരനാണ്. ഞങ്ങളൊരു ചെറിയ കുടിലായിരുന്നു വസിച്ചിരുന്നത്. പലപ്പോഴും ഞാൻ സ്കൂളിൽ വെച്ച് തലകറി വീഴാറുണ്ട്. പല കളിയാക്കളിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, മരംവെട്ടുകാരന്റെ മകൻ എന്ന് പറഞ്ഞു. അന്നൊക്കെ വിഷമം വന്ന് താങ്ങാതെ വന്ന ദിവസങ്ങളുണ്ട്. പക്ഷെ ആ വേദനകളിലും നമുക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ വെച്ചു തരും, ഒരു കച്ചിത്തുരും, ഒരാശ്വാസം. അങ്ങനെ എൻ്റെ ആശ്വാസമായിരുന്നു. കാതിലൊരു ചെറിയ കടുക്കനുണ്ട്, മുടിയൊക്കെ ചുരുണ്ട എൻ്റെ കളിക്കൂട്ടുകാരൻ, എൻ്റെ ബാലൻ. സ്കൂളിലെത്തി കഴിക്കാനൊന്നുമില്ല എന്നറിഞ്ഞ അവൻ അവന്റെ ചോറ്റുപാത്രം എനിക്ക് നീട്ടിത്തന്നു. അവന്റെ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തന്നു. അവന്റെ പുസ്തകങ്ങൾ എനിക്ക് ഷെയർ ചെയ്തു. ഞാൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ അവൻ സ്വയം ഏറ്റെടുത്ത് എനിക്ക് കിട്ടേണ്ട തല്ലുകളെല്ലാം അവൻ വാങ്ങിച്ചു കിട്ടും. അവനിലൂടെയാണ് ഞാൻ ജീവിച്ചത്. എന്റെ വിശപ്പടക്കിയത് അവൻ തരുന്ന ഓരോ അരിമണിയിലുമാണ്. ഞങ്ങളുടെ കുട്ടിക്കാലം വളരെ നല്ലതായിരുന്നു. അവനുള്ളത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞ വിഷമം അറിഞ്ഞില്ല. എന്നെ അവൻ ജീവിക്കാൻ പഠിപ്പിച്ചു, പല കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു, ജീവിതം എന്തെന്ന് പഠിപ്പിച്ചു. ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ വേർപ്പ് എന്തെന്ന് അവൻ എന്നോട് പറയാതെ പറഞ്ഞു. എന്നിലൊരു നല്ല നടനുണ്ട് എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് എന്റെ ബാലനാണ്. ഒടുവിൽ സിനിമ പഠിക്കാനായി ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറുമ്പോൾ കാതിലെ കടുക്കം വിറ്റ കാശുമായി അവൻ അവന്റെ കൈ എന്റെ നേർക്ക് നീട്ടി. നിറകളോട് ഞാൻ ചോദിച്ചു, ബാല, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? അപ്പോൾ അവനൊരു ചെറിയ പുഞ്ചിരിയോട് എന്നോട് പറയുക,
നീ എനിക്ക് കടങ്ങളൊന്നും വീട്ടണ്ട. പക്ഷെ ഒരു നാൾ എന്നെ പോലൊരുത്തൻ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ട് നിന്റെ കയ്യിൽ വരുമ്പോ നീ എന്നെ ഓർത്ത് അവരെ സഹായിച്ചാൽ മതി. നീ വലിയ നിലയിലെത്തും. ഇന്ന് ഞാൻ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവന്റെ പ്രാർത്ഥനയാണ്, അവന്റെ നന്മയാണ്. അവനില്ലെങ്കിൽ ഞാനൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഏതെങ്കിലുമൊക്കെ വേദികളിൽ പങ്കിടുമ്പോൾ അശോക നീട്ടിയുള്ള വിളി ഞാൻ കാതോർക്കും. ഇന്നും ഒരു നൊമ്പലിലൂടെയല്ലാതെ എന്റെ ബാലിനെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല.